എമ്പുരാൻ എന്ന സിനിമയുടെ അധികമാരും ചിന്തിക്കാത്ത ചില കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഇത് സത്യവുമാണ്. നമസ്കാരം, 91 ന്യൂസിലേക്ക് സ്വാഗതം. എമ്പുരാൻ എന്ന സിനിമ സത്യത്തിൽ ഹിന്ദു വർഗീയതയും കപട കമ്മ്യൂണിസത്തെയും പച്ചയ്ക്ക് തുറന്നു കാട്ടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സിനിമയുടെ കഥയായി കാണുവാനുള്ള സഹിഷ്ണുത ഹിന്ദു സംഘടനകളും ഇടതുപക്ഷവും ഒക്കെ കാട്ടണം. പൃഥ്വിരാജ് ഒരു നല്ല അഭിനേതാവും അതിനേക്കാൾ നല്ല സംവിധായകനും അതിനുമപ്പുറം ബുദ്ധിയുള്ള ഒരു സിനിമാ വ്യവസായിയുമാണ്. പക്ഷെ എമ്പുരാന്റെ കാര്യത്തിൽ പൃഥ്വിരാജിന്റെ തന്ത്രങ്ങൾ പാളിപ്പോയി എന്നതാണ് സത്യം. ഈ ഇടതുവിരുദ്ധ ഹിന്ദു വിരുദ്ധതയൊന്നും പുറത്തറിയിക്കാതെ സിനിമയെ തിയേറ്ററുകളിൽ എത്തിക്കുകയും ശേഷമുണ്ടാകുന്ന വിവാദങ്ങളെ സിനിമയ്ക്ക് അനുകൂലമാക്കി മാറ്റി പരമാവധി പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിക്കുക എന്ന പൃഥ്വിരാജ് തന്ത്രമാണ് നിലവിൽ പാടിയിരിക്കുന്നത്. 250 കോടിയോളം മുടക്കി നിർമ്മിച്ച സിനിമ സാമ്പത്തികമായി രക്ഷപ്പെടാൻ സാധ്യതയില്ലാതെ ചുവട് പിഴച്ച മട്ടിലുള്ള ഒരു പോക്കാണിപ്പോൾ. ആദ്യ ആഴ്ചയിൽ താര ആരാധകരും സിനിമയെ സ്നേഹിക്കുന്നവരുമൊക്കെയാണ് തിയേറ്ററുകളിൽ എത്തുക. പിന്നീടാണ് സാധാരണ സിനിമാ പ്രേക്ഷകരുടെ വരവ്. അങ്ങനെയുള്ളവരെ കൊണ്ട് മാസങ്ങളോളം തിയേറ്റർ നിറഞ്ഞില്ലെങ്കിൽ ഈ സിനിമ സാമ്പത്തികമായി വലിയ പരാജയമായി മാറും. കാരണം 100 കോടി ക്ലബും 200 കോടി ക്ലബും ഒക്കെ എത്തുന്നത് സിനിമയുടെ ആകെ കളക്ഷന്റെ കാര്യത്തിലാണ്. ഇതിൽ തിയേറ്റർ ചാർജും ടാക്സും ഒക്കെ കഴിഞ്ഞ് നിർമ്മാതാവിന്റെ കയ്യിലെത്തുന്ന തുകയാണ് സിനിമയുടെ ലാഭനഷ്ടങ്ങൾ നിശ്ചയിക്കുന്നത്. ഇതിനിടയിൽ ദീർഘകാലം BJPയുടെ ഭാഗമായിരുന്നിട്ട് പിന്നീട് സീറ്റിനു വേണ്ടി മറുകണ്ഠം ചാടിയ സന്ദീപ് വാര്യരുടെയും സമൂഹത്തിൽ യാതൊരു വിലയുമില്ലാത്ത ബിനീഷ് കൊടിയേരിയുടെയും ഒക്കെ അഴകുഴഞ്ചൻ വർത്തമാനങ്ങൾ സിനിമയെ പ്രേക്ഷകനിൽ നിന്നും അകറ്റുകയാണ് ചെയ്യുന്നത്. ഹിന്ദു അനുകൂല സംഘടനകൾ സിനിമയ്ക്കെതിരെ ശക്തമായ ക്യാമ്പയിൻ നടത്തുന്നു. ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്ത് അത് പോസ്റ്റാക്കി സമൂഹ മാധ്യമങ്ങളിൽ സിനിമയ്ക്ക് പ്രതികൂലമായി പ്രചരിപ്പിക്കുന്നു. ഗുജറാത്തിൽ ട്രെയിൻ കത്തിച്ച് 59 കർഷകരെ കൊന്നതിനു ശേഷം അവിടെയുണ്ടായ വർഗീയ കലാപം അതിരൂക്ഷമായിരുന്നു. ഇന്ത്യക്ക് തന്നെ അപമാനമായി മാറിയ ഒന്നായിരുന്നു ഈ ദുരന്തം. നിരപരാധിയായ നിരവധി മുസ്ലിങ്ങളെയാണ് ആ കലാപത്തിൽ ഹിന്ദു വർഗീയവാദികൾ കൊലപ്പെടുത്തിയത്. അതൊക്കെ ഇപ്പോൾ ഈ സിനിമയിലൂടെ പറഞ്ഞാൽ അത് RSS BJPക്ക് അനുകൂലമായി മാറുമെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ സിനിമയ്ക്ക് വിജയാശംസകൾ നേർന്നതും ഇപ്പോൾ പുലിവാൽ പിടിച്ച പോലെ ആയി മാറിക്കഴിഞ്ഞു. സിനിമയെ സിനിമയായി മാത്രം കാണണമെന്ന് BJPയുടെ മുതിർന്ന നേതാവ് MD രമേശ് പറഞ്ഞത് RSS നേതൃത്വത്തിന് അത്ര രസിച്ചിട്ടില്ല. സിനിമയിലെ രാഷ്ട്രീയ പതാകയുടെ നിറത്തിലൊക്കെ അല്പം കോൺഗ്രസ് സ്വഭാവമുള്ളതും സിനിമയിലെ കതർ വസ്ത്രധാരികളുമൊക്കെ കോൺഗ്രസുകാരുടെ മനസ്സിന് കുളിരേകുന്നുവെങ്കിലും BJPയും LDFും സിനിമയുടെ പേരിൽ തമ്മിലടിക്കട്ടെ, നമുക്ക് കാഴ്ചക്കാരായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം എന്ന മട്ടിലാണ് കോൺഗ്രസിന്റെ പോക്ക്. എന്തായാലും റിലീസിന് മുൻപും പിൻപും ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മലയാള സിനിമ ഇല്ല തന്നെ. എമ്പുരാൻ എന്ന ചിത്രം ഗംഭീരമാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള സംവിധാനം, സിനിമയുടെ കാതലായി മാറിയ തിരക്കഥയും സംഭാഷണവും, ചടുലമായ സംഗീതം, കോരിത്തെരിപ്പിക്കുന്ന ആക്ഷൻ സീനുകൾ, അഭിനയിച്ചവരൊക്കെ കഥാപാത്രങ്ങളെ ഉജ്ജ്വലമാക്കിയിരിക്കുന്നു. അങ്ങനെ മലയാള സിനിമയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ എമ്പുരാനിൽ പണ്ട് സംഭവിച്ചുപോയ ചില വിഷയങ്ങൾ ഉൾപ്പെടുത്തി എന്ന് കരുതി ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും ഈ ചിത്രം തിയേറ്ററുകളിൽ പോയി കാണാതിരിക്കരുത്. കാരണം ഇതൊരു മലയാള സിനിമയാണ്. മലയാളം നമ്മുടെ സ്വന്തമാണ്. അതിന് പാർട്ടിയില്ല, വർണ്ണ വർഗ വ്യത്യാസമില്ല.